എല്ലാവർക്കും നമസ്കാരം. കേരള സർവീസ് റൂൾസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കേരള സർവീസ് റൂൾസുമായി ബന്ധപ്പെട്ട് മുൻകാല വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു സീരീസ് നമ്മൾ ആരംഭിച്ചിരുന്നു. KSRൻ്റെ പരീക്ഷ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ മുൻകാല വർഷ ചോദ്യങ്ങളെല്ലാം പരമാവധി റെഫർ ചെയ്ത് വേണം നമുക്ക് പരീക്ഷാ ഹാളിലോട്ട് പോകാൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2023 ജനുവരിയിൽ നടന്ന KSR ലോവർ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. KSR പരീക്ഷയുമായി ബന്ധപ്പെട്ട് 2 പുസ്തകങ്ങളാണ് നമുക്ക് റെഫർ ചെയ്യാനുള്ളത്. KSR വോളിയം 1 ആൻഡ് വോളിയം 2. KSR വോളിയം 1 ജനറൽ സർവീസ് കണ്ടീഷൻസ് ആൻഡ് ട്രാവലിംഗ് അലവൻസിനെ പറ്റി പറയുന്നു. KSR വോളിയം 2 പെൻഷനെ പറ്റി പറയുന്നു. ഈ 2 പുസ്തകങ്ങളും പരീക്ഷാ ഹാളിലേക്ക് നമുക്ക് കൊണ്ടുപോകാവുന്നവയാണ്. പുസ്തകം വെച്ച് ഉത്തരം കണ്ടെത്താവുന്ന ധാരാളം ചോദ്യങ്ങൾ KSRൻ്റെ പരീക്ഷയിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകം കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ധാരാളം മാർക്ക് ഈ സെക്ഷനിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇവിടെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കയ്യിലൊരു നോട്ട്ബുക്ക് ഉണ്ടാകുന്നത് വളരെയധികം നല്ലതാണ്. ഇതിൽ തെറ്റിയ ചോദ്യങ്ങൾ, ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ, സംശയമുള്ള ചോദ്യങ്ങൾ ഇവയെല്ലാം ഒരു പുസ്തകത്തിൽ പകർത്തി എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്കത് റിവിഷൻ സമയത്ത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. പരീക്ഷാ ഹാളിൽ ഈ ചോദ്യങ്ങളെല്ലാം ഓർമ്മയിൽ നിൽക്കാനും ഇത് സഹായകരമായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ചോദ്യങ്ങൾ നോക്കാം. If the promotion is in the same office, then the number of days joining time admissible is. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പ്രൊമോഷൻ ലഭിക്കുന്നത് സ്വന്തം സ്ഥാപനത്തിൽ തന്നെയാണെങ്കിൽ എത്ര ദിവസമാണ് ജോയിനിങ് ടൈമായിട്ട് ലഭിക്കുക എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി, നോ ജോയിനിങ് ടൈം. ജോയിനിങ് ടൈം അനുവദനീയമല്ല. ക്വസ്റ്റ്യൻ 2. Leave cannot be claimed as a matter of right is stated in which rule? ആൻസർ ഓപ്ഷൻ സി, റൂൾ 65 പാർട്ട് 1 KSR. അപ്പോൾ ഇത് പുസ്തകം നോക്കി കണ്ടെത്താവുന്ന ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന 3 റൂളുകളും KSR പാർട്ട് 1 വോളിയം 1 പുസ്തകം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക. അതിൽ റൂൾ 65 ലീവ് കാനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 3. The title of an officer to hold a post substantively as permanently is called. ആൻസർ ലീൻ. ഇത് KSR പാർട്ട് 1 വോളിയം 1 ഡെഫിനിഷൻസ് എന്ന വിഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്. KSRൻ്റെ തുടക്കത്തിൽ തന്നെയാണ് എല്ലാ ഡെഫിനിഷനുകളും കൊടുത്തിട്ടുള്ളത്. അതിൽ ദ ടൈറ്റിൽ ഓഫ് ആൻ ഓഫീസർ ടു ഹോൾഡ് എ പോസ്റ്റ് സബ്സ്റ്റാൻറ്റേറ്റീവ്ലി എന്നതാണ് ലീനിൻ്റെ ഡെഫിനിഷൻ. ഇത് പുസ്തകം നോക്കി കണ്ടെത്താവുന്ന ചോദ്യമാണ്. ക്വസ്റ്റ്യൻ 4. The minimum service required for DCRG is. ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി അനുവദിക്കുന്നതിലേക്കായിട്ട് ഉണ്ടായിരിക്കേണ്ട മിനിമം സേവനകാലം എത്രയാണ് എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി, 5 years. 5 വർഷം സേവനത്തിൽ പൂർത്തിയാക്കിയവർക്കാണ് DCRG അനുവദിക്കപ്പെടുന്നത്. ക്വസ്റ്റ്യൻ 5. The family pension will be admissible to the family of a government employee. ആൻസർ ഓപ്ഷൻ ഡി, while in service or days after retirement. Question 6. LWA as per Appendix 12B of KSR Part 1 is granted for. Answer option A, study purpose. KSR പാർട്ട് 1 അപ്പൻഡിക്സ് 12B ശൂന്യവേതനാവധി അനുവദിക്കുന്നത് സ്റ്റഡി പർപ്പസിനാണ്. പരമാവധി 5 വർഷത്തേക്കാണ് അനുവദിക്കപ്പെടുന്നത്. മറ്റ് ഓപ്ഷനുകൾ കൂടി നോക്കാം. ജോയിനിങ് സ്പൗസിന് വേണ്ടിയിട്ട് LWA അനുവദിക്കുന്നത് അപ്പൻഡിക്സ് 12C പ്രകാരമാണ്. എംപ്ലോയ്മെൻറ്റ് അബ്രോഡിനായിട്ട് LWA അനുവദിക്കുന്നത് അപ്പൻഡിക്സ് 12A പ്രകാരമാണ്. ഈ 3 കേസിനും ശൂന്യവേതനാവധി അനുവദിക്കുന്നത് പരമാവധി 5 വർഷത്തേക്കാണ്. ക്വസ്റ്റ്യൻ 7. പറ്റേണിറ്റി ലീവ് ഷുഡ് ബി അവെയിൽഡ് വിത്തിൻ. പിതൃത്വ അവധി എത്ര കാലയളവിനുള്ളിലാണ് ക്ലെയിം ചെയ്യാവുന്നത് എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി, 3 months. കുട്ടി ഉണ്ടായതിനു ശേഷം 3 മാസത്തിനകം പിതൃത്വ അവധി എടുത്തിരിക്കണം. ക്വസ്റ്റ്യൻ 8. പെൻഷൻ റൂൾസ് കെയിം ഇൻ ടു ഫോഴ്സ് വിത്ത് എഫക്റ്റ് ഫ്രം. KSR പാർട്ട് 3 വോളിയം 2 പെൻഷൻ റൂളുകളെല്ലാം എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി, 1 November 1956. കേരളം രൂപീകരിച്ച അന്ന് മുതലാണ് പെൻഷൻ റൂളുകൾ വിത്ത് എഫക്റ്റ് ആയത്. ക്വസ്റ്റ്യൻ 9. വിച്ച് ഓഫ് ദ ഫോളോയിങ് സർവീസ് കൗണ്ട് ആസ് ക്വാളിഫയിങ് സർവീസ് ഫോർ ദ പർപ്പസ് ഓഫ് പെൻഷൻ. ആൻസർ ഓപ്ഷൻ എ, LWA വിത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റോടുകൂടി അനുവദിക്കുന്ന ശൂന്യവേതനാവധി
പെൻഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള യോഗ്യതാ സേവനകാലമായി കണക്കാക്കപ്പെടുന്നതാണ്. ക്വസ്റ്റ്യൻ 10. While traveling in hill tract, employees are entitled to draw dash percentage of mileage allowance for DA. Answer option B 25. Question 11. The ceiling amount for provisional pension is. Answer option C no ceiling. Question 12. Voluntary retirement is eligible for an employee who had put in dash years of service. എത്ര വർഷത്തെ മിനിമം സേവന കാലയളവാണ് സ്വമേധയാ വിരമിക്കുന്നതിനായിട്ട് വേണ്ടത് എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ 20 years. 20 വർഷം സേവനത്തിൽ പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് സ്വമേധയാ വിരമിക്കാനുള്ള അവകാശമുള്ളത്. ക്വസ്റ്റ്യൻ 13. The maximum number of earned leave that can be credited into leave account is. Answer option B 300. പരമാവധി എത്ര ഏൺ ലീവാണ് ലീവ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാൻ പെടുക എന്നതാണ് ചോദ്യം. ആൻസർ 300 ആണ്. ക്വസ്റ്റ്യൻ 14. കമ്മ്യൂട്ടഡ് ലീവ് ക്യാൻ ബി അവെയിൽഡ് ആൻഡ് കംപ്ലീഷൻ ഓഫ് ഡാഷ് ഇയേഴ്സ് ഓഫ് സർവീസ്. കമ്മ്യൂട്ടഡ് അവധി അനുവദിക്കപ്പെടുന്നതിന് എത്ര വർഷത്തെ സേവനം പൂർത്തിയാക്കിയിരിക്കണം എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ 3 വർഷം. ജോയിൻ ചെയ്ത് 3 വർഷത്തിന് ശേഷമാണ് കമ്മ്യൂട്ടഡ് അവധി എടുക്കാനായിട്ടുള്ള അവകാശമുള്ളത്. Question 15. For the purpose of TA calculation, officers are divided in dash categories. TA കണ്ടുപിടിക്കുന്നതിനായിട്ട് ഓഫീസർമാരെ എത്ര രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി 4. ഗ്രേഡ് 1, ഗ്രേഡ് 2A, ഗ്രേഡ് 2B, ഗ്രേഡ് 3 എന്നീ ഗണത്തിലാണ് ഓരോ ഉദ്യോഗസ്ഥരെയും TA കാൽക്കുലേഷനായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ഇവയെല്ലാം അവരുടെ ബേസിക് പേ അടിസ്ഥാനമാക്കിയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. 70,000-ഉം അതിനു മുകളിലും ബേസിക് പേ ഉള്ളവരെയാണ് ഗ്രേഡ് 1 ഓഫീസേഴ്സായിട്ട് കണക്കാക്കപ്പെടുന്നത്. ക്വസ്റ്റ്യൻ 16. The daily allowance admissible for halt at headquarters. Answer option B no DA admissible. Question 17. DA admissible for halt exceeding 6 hours but within 12 hours. Answer option A half DA. Question 18. If medical board certified that an employee is incapacitated to continue in service, he may be granted dash pension. Answer option B invalid pension. അപ്പോൾ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള പെൻഷനുകളാണ് ഉള്ളത്. സൂപ്പർ ആനുവേഷൻ പെൻഷൻ, ഇൻവാലിഡ് പെൻഷൻ, കോമ്പൻസേഷൻ പെൻഷൻ ആൻഡ് റിട്ടയറിംഗ് പെൻഷൻ. ഈ സൂപ്പർ ആനുവേഷൻ പെൻഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ഏജ് ആകുമ്പോൾ വിരമിക്കുമ്പോൾ ലഭിക്കുന്ന പെൻഷനെയാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഇൻവാലിഡ് പെൻഷനാണ്. ക്വസ്റ്റ്യൻ 19. മാക്സിമം സർവീസ് വെയിറ്റേജ് ദാറ്റ് ക്യാൻ ബി ഗിവൺ ടു വോളണ്ടറി റിട്ടയർമെൻറ്റ് ഈസ്. സ്വമേധയാ വിരമിക്കുമ്പോൾ ലഭിക്കുന്ന പരമാവധി സർവീസ് വെയിറ്റേജ് എത്രയാണ് എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ അപ് ടു 5 years. ക്വസ്റ്റ്യൻ 20. In the case of contingent employees, the maximum earned leave that can be earned in an year is limited to. Answer option D 15. Question 21. Advance increment can be sanctioned only by. Answer option B government. Question 22. The charge allowance can be paid at a time is maximum for dash months. Answer option A 3 months. Question 23. Dash is not compulsory deduction from subsistence allowance. Answer option D refund of GPF temporary advance. Question 24. The retirement age of employees who enter into service on or after 2013 April 1 is. 2013 ഏപ്രിൽ 1 ശേഷം സർവീസിൽ പ്രവേശിച്ച ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായം എത്രയാണ് എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി 60 വയസ്സ്. ഈ NPS നാഷണൽ പെൻഷൻ സ്കീം നടപ്പിലാക്കിയത് 2013 ഏപ്രിൽ 1 മുതലാണ് കേരളത്തിൽ. അന്ന് മുതലാണ് വിരമിക്കൽ പ്രായം 60 ആക്കിയത്. അതിനു മുമ്പ് സർവീസിൽ കയറിയവരുടെ വിരമിക്കൽ പ്രായമാണ് 56 വയസ്സ്. ക്വസ്റ്റ്യൻ 25. Dash is the maximum year considered for granting DCRG. DCRG
കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാവുന്ന പരമാവധി സേവനകാലം എത്രയാണ് എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ 33 വർഷം. ക്വസ്റ്റ്യൻ 26. Commutation of pension is the advance payment of a portion of monthly pension for a period of dash years. Answer option B 12 years. Question 27. The heirs eligible for family pension is mentioned in the. Answer option A Rule 90 KSR Part 3. അപ്പോൾ ഇത് പുസ്തകം നോക്കി എഴുതാവുന്ന ചോദ്യമാണ്. തന്നിരിക്കുന്ന 4 ഓപ്ഷൻസും KSRൻ്റെ പുസ്തകം വെച്ച് ചോദ്യമായിട്ട് ഒത്തു നോക്കുക. ഇതിൽ പെൻഷനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എന്തായാലും പാർട്ട് 3 KSR വോളിയം 2-ലായിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി എന്തായാലും ഉത്തരമാവില്ല. ബാക്കിയുള്ള എയും സിയും ഡിയും റൂളുകൾ KSRൻ്റെ പാർട്ട് 3 വോളിയം 2 പുസ്തകമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അതിൽ റൂൾ 90 പാർട്ട് 3 KSRലാണ് ഹെയേഴ്സ് എലിജിബിൾ ഫോർ ഫാമിലി പെൻഷനെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ 28. ഫോർ കാൽക്കുലേറ്റിംഗ് ജോയിനിങ് ടൈം സൺഡേസ് ആർ. ജോയിനിങ് ടൈം കണക്കാക്കുമ്പോൾ ഞായറാഴ്ചകളെ ഇൻക്ലൂഡ് ചെയ്യുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി എക്സ്ക്ലൂഡഡ്. ഞായറാഴ്ച പരിഗണിക്കുന്നതല്ല. ക്വസ്റ്റ്യൻ 29. ദ റേറ്റ് ഓഫ് പേ ആൻഡ് അതർ അലവൻസ് ഡ്യൂറിങ് ജോയിനിങ് ടൈം. ആൻസർ ഓപ്ഷൻ എ ഈസ് അറ്റ് ദ റേറ്റ് ഓഫ് ഓൾഡ് സ്റ്റേഷൻ. ക്വസ്റ്റ്യൻ 30. ഡെയിലി അലവൻസ് ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ. Answer option D actual basic pay. Question 31. After a continuous halt of 10 days in outstation, the halting place may be treated as. Answer option C temporary headquarters. Question 32. Boy service means service prior to the age of. Answer option A 18. Question 33. If an officer has a total qualifying service of 9 years and 1 day, then it should be rounded off to. Answer option C 10 years. അതായത് ഒരാളുടെ ക്വാളിഫയിങ് സർവീസ് യോഗ്യതാ സേവനകാലം 9 വർഷവും 1 ദിവസവും ആണെങ്കിൽ അത് 10 വർഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ക്വസ്റ്റ്യൻ 34. സ്പെഷ്യൽ റൗണ്ടിങ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ. ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അപ്പോൾ മിനിമം പെൻഷൻ, മാക്സിമം പെൻഷൻ, മാക്സിമം DCRG ഇവയ്ക്കെല്ലാം സ്പെഷ്യൽ റൗണ്ടിങ് അപ്ലിക്കബിൾ ആണ്. ക്വസ്റ്റ്യൻ 35. ലീവ് നോട്ട് ഡ്യൂ ഈസ് ഡെബിറ്റഡ് ഇൻ ടു. ആൻസർ ഓപ്ഷൻ ബി ഹാഫ് പേ ലീവ് അക്കൗണ്ട്. ക്വസ്റ്റ്യൻ 36. ദ മാക്സിമം ഹാഫ് പേ ലീവ് ദാറ്റ് ക്യാൻ ബി അക്യുമുലേറ്റ് ഈസ്. ആൻസർ ഓപ്ഷൻ ഡി നോ മാക്സിമം ലിമിറ്റ്. Question 37. The date of effect of retirement is always on the. Answer option A afternoon. അപരാഹ്നത്തിലാണ് പൊതുവെ റിട്ടയർമെൻറ്റുകളെല്ലാം ഇഫക്റ്റ് ആവുന്നത്. Question 38. പാർട്ട് ടൈം കണ്ടിൻജൻറ്റ് എംപ്ലോയീസ് റിട്ടയർ അറ്റ് ദ ഏജ് ഓഫ്. ആൻസർ ഓപ്ഷൻ ഡി 70. Question 39. കോമ്പൻസേഷൻ ലീവ് ഈസ് നോട്ട് അഡ്മിസിബിൾ ഫോർ. നഷ്ടപരിഹാര അവധി ആർക്കാണ് ബാധകമല്ലാത്തത് എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ഹെഡ് ഓഫ് ഓഫീസ്. ക്വസ്റ്റ്യൻ 40. ദ മാക്സിമം കാഷ്വൽ ലീവ് ദാറ്റ് ക്യാൻ ബി അവൈൽഡ് അറ്റ് എ സ്ട്രെച്ച് ഈസ്. തുടർച്ചയായി എത്ര ദിവസം വരെയാണ് ഒരുമിച്ച് കാഷ്വൽ ലീവ് എടുക്കാൻ സാധിക്കുക എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി 15. തുടർച്ചയായി 15 ദിവസത്തേക്കാണ് പരമാവധി കാഷ്വൽ ലീവ് എടുക്കാൻ സാധിക്കുക. ഒരു കലണ്ടർ വർഷത്തിൽ അനുവദിക്കപ്പെടുന്ന ആകെ കാഷ്വൽ ലീവ് 20 ദിവസമാണ്. ക്വസ്റ്റ്യൻ 41. ചൈൽഡ് അഡോപ്ഷൻ ലീവ് ഷാൾ ബി അവൈൽഡ് വിത്ത് ഡാഷ് ഓഫ് ഏജ് ഓഫ് ദ ചൈൽഡ്. ആൻസർ ഓപ്ഷൻ എ 1 year. ക്വസ്റ്റ്യൻ 42. ഫോർ കാൽക്കുലേറ്റിംഗ് ക്വാളിഫയിങ് സർവീസ് ഫോർ പെൻഷൻ 26 years and 5 months can be rounded off to. Answer ഓപ്ഷൻ സി 26 years. പെൻഷൻ കാൽക്കുലേഷനായിട്ട് 26 വർഷവും 5 മാസവും സേവന കാലയളവുള്ള ഒരു ഉദ്യോഗസ്ഥന് ടോട്ടൽ യോഗ്യതാ സേവനകാലം എത്ര വർഷമായിട്ടാണ് പരിഗണിക്കുക എന്നാണ് ചോദ്യം. 26 വർഷവും 5 മാസമാണെങ്കിൽ അത് 26 വർഷമായിട്ടാണ് സേവനകാലം പെൻഷന് വേണ്ടി പരിഗണിക്കുക. ക്വസ്റ്റ്യൻ 43. പ്രസൻ്റ്ലി KSR is governed by
which of the following act? Answer option B, Kerala Public Service Act. Question 44. KSR Part 2 came into force with effect from. KSR ഭാഗം 2 എന്ന് മുതലാണ് നിലയിൽ വന്നത് എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, 1 November 1959. KSR പാർട്ട് 3 വോളിയം 2 പെൻഷൻ നിലയിൽ വന്നത് കേരളപ്പിറവി ദിവസത്തിലാണ്. അതാണ് ഓപ്ഷൻ ബി, 1956 November 1. KSR പാർട്ട് 2 നിലയിൽ വന്നത് 1959 November 1. Question 45. Dash allowance is an allowance granted to an officer to meet personal expenditure necessitated in special circumstances in which duty is performed. Answer option C, compensatory allowance. Question 46. A post created for a limited period with a definite rate of pay. Answer option A, temporary post. Question 47. Subsistence allowance is equal to. Answer option D, half pay leave salary. Question 48. KSR Part 3 pension rules came into force from. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, 1956 November 1. കേരളപ്പിറവി ദിവസത്തിൻ്റെ അന്നാണ് KSR Part 3 പെൻഷൻ റൂൾസ് നിലയിൽ വന്നത്. Question 49. Which of the following service will count as qualifying service for pension? താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ സർവീസാണ് പെൻഷന് കണ്ടുപിടിക്കാനായിട്ടുള്ള യോഗ്യതാ സേവനമായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി, LWA വിത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റോട് കൂടി അനുവദിക്കപ്പെട്ടിട്ടുള്ള ശൂന്യവേതനാവധി പെൻഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള യോഗ്യതാ സേവന കാലഘട്ടമായിട്ട് കണക്കാക്കപ്പെടും. Question 50. The present rate of commutation of pension is dash percentage. Answer option A, 40. Question 51. Family pension is paid on. Answer option C, first day of the succeeding month. Question 52. Pension means. Answer option A, pension before commutation. Question 53. An officer travelled in department vehicle had returned to the headquarters within 24 hours. Then DA plus incidental expense is limited to. Answer option D, maximum 1 DA. Question 54. The primary condition for travelling allowance is that. Answer option A, the journey should be for the interest of public service. Question 55. Maximum number of occasions an officer is eligible to draw travelling allowance for attending obligatory department tests. Answer option D, not more than twice for a particular exam. അതായത് നിർബന്ധിത വകുപ്പ് തല പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നതിനായിട്ട് പരമാവധി എത്ര തവണയാണ് ട്രാവലിംഗ് അലവൻസ് അനുവദിക്കപ്പെടുക എന്നാണ് ചോദ്യം. പരമാവധി ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് 2 തവണയാണ് നമുക്ക് ട്രാവലിംഗ് അലവൻസ് നിർബന്ധിത വകുപ്പ് തല പരീക്ഷകൾക്കായിട്ട് അനുവദിച്ചിട്ടുള്ളത്. Question 56. Leave account is maintained for. Answer option B, earn leave. Question 57. Dash leave can be granted while and suspension. Answer option C, no leave can be granted. സസ്പെൻഷനിലായിരിക്കുന്ന ഒരു ജീവനക്കാരന് യാതൊരു തരത്തിലുള്ള അവധികളും അനുവദിക്കുന്നതല്ല. Question 58. Surrender of earned leave can be made dash number of times in a financial year. ഒരു സാമ്പത്തിക വർഷത്തിൽ എത്ര തവണ ആർജിത അവധി സറണ്ടർ ചെയ്യാൻ സാധിക്കും എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, ഓൺലി വൺസ്. ഒരു തവണ മാത്രമാണ് ഏൺ ലീവ് ഒരു സാമ്പത്തിക വർഷത്തിൽ സറണ്ടർ ചെയ്യാൻ സാധിക്കുന്നത്. Question 59. In case of DCRG, if the death happens after 5 years of service, then the DCRG amount will be. Answer option B, 12 times of last emoluments. Question 60. Present rate of deputation allowance. Answer option D, no deputation allowance is granted.
ഡെപ്യൂട്ടേഷൻ അലവൻസ് ആയിട്ട് യാതൊരു തുകയും ഇപ്പോൾ ഡെപ്യൂട്ടേഷനിൽ പോകുന്നവർക്ക് അനുവദിക്കുന്നില്ല. ക്വസ്റ്റ്യൻ 61. ഇൻ കേസ് ഓഫ് ഫോറിൻ സർവീസ് പെൻഷൻ കോൺട്രിബ്യൂഷൻ ഈസ് പെയ്ഡ് ബൈ. ആൻസർ ഓപ്ഷൻ എ ഫോറിൻ എംപ്ലോയർ. ക്വസ്റ്റ്യൻ 62. ഡയസ്നോൺ വിൽ കൗണ്ട് ഫോർ. ആൻസർ ഓപ്ഷൻ സി ക്വാളിഫയിങ് സർവീസ് ഫോർ പെൻഷൻ. ഈ ജീവനക്കാരെ പണിമുടക്കുന്നതിനെയാണ് ഈ ഡയസ്നോൺ എന്ന് പറയുന്നത്. അത് പെൻഷൻ കണ്ടുപിടിക്കുന്നതിനായിട്ടുള്ള യോഗ്യതാ സേവന കാലഘട്ടമായിട്ട് പരിഗണിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ 63. ലേറ്റ് അറ്റൻഡൻസ് ഫോർ 2 days വിത്തൗട്ട് പെർമിഷൻ ഇൻ ദ എൻഡ് ഓഫ് ദ കലണ്ടർ ഇയർ. ആൻസർ ഓപ്ഷൻ ബി വിൽ ബി ഇഗ്നോർഡ്. ക്വസ്റ്റ്യൻ 64. ഇൻ കേസ് ഓഫ് പ്രൊമോഷൻ ഫ്രം ലോവർ പോസ്റ്റ് ടു ഹയർ പോസ്റ്റ് the monetary benefit is only from. Answer option A the date of assuming charge in the higher post. Question 65. KSR is applicable to which among the following employees? Answer option D none of the above. NMR വർക്കേഴ്സിനോ കോൺട്രാക്ട് എംപ്ലോയീസിനോ പേഴ്സണൽ സ്റ്റാഫ് ഓഫ് മിനിസ്റ്റേഴ്സ് അതർ ദാൻ ഗവൺമെൻറ് എംപ്ലോയീസിനോ KSR ബാധകമല്ല. Question 66. The rule applicable for fixation of pay at the time of promotion or appointment to a higher post. Answer option D Rule 28A KSR Part 1. അപ്പോൾ ഇത് പുസ്തകം നോക്കി എഴുതാവുന്ന ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസും KSRൻ്റെ പുസ്തകമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അതിലെ റൂൾ 28A KSR Part 1ലാണ് ഫിക്സേഷൻ ഓഫ് പേ അറ്റ് ദ ടൈം ഓഫ് പ്രൊമോഷൻ ഓർ അപ്പോയിൻമെൻറ്റ് ടു എ ഹയർ പോസ്റ്റിനെ പറ്റി പ്രതിപാദിക്കുന്നത്. ക്വസ്റ്റ്യൻ 67. കമ്മ്യൂട്ടഡ് ലീവ് ഈസ് ബേസിക്കലി എ കൺവേർഷൻ ഓഫ് ഡാഷ് ലീവ്. ആൻസർ ഓപ്ഷൻ സി ഹാഫ് പേ ലീവ്. അപ്പോൾ നമുക്കറിയാം ഒരു വർഷം സർക്കാർ ജീവനക്കാരൻ്റെ ലീവ് അക്കൗണ്ടിൽ 20 ഹാഫ് പേ ലീവും 10 കമ്മ്യൂട്ടഡ് ലീവും ക്രെഡിറ്റ് ആവുന്നതാണ്. ഈ 20 ഹാഫ് പേ ലീവ് തന്നെയാണ് ഒരുമിച്ച് കമ്മ്യൂട്ട് ചെയ്തിട്ട് 10 കമ്മ്യൂട്ടഡ് ലീവായിട്ട് മാറുന്നത്. സോ കമ്മ്യൂട്ടഡ് ലീവ് എന്ന് പറയുന്നത് ബേസിക്കലി കൺവേർഷൻ ഓഫ് ഹാഫ് പേ ലീവാണ്. ക്വസ്റ്റ്യൻ 68. ഇൻ കേസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയി ദർ വിൽ ബി നോ ഒബ്ജെക്ഷൻ ടു റിസീവ് എ ഫാമിലി പെൻഷൻ അലോങ് വിത്ത് സാലറി. ഇൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്. ആൻസർ ഓപ്ഷൻ ബി ഫുള്ളി കറക്റ്റ്. ക്വസ്റ്റ്യൻ 69. Pension calculation is based on. Answer option A average emoluments. Question 70. An officer can nominate dash number of nominees for DCRG. Answer option B 1 or more. Question 71. Medical certificate is necessary if the commutation of pension is done after. Answer option C 1 year. Question 72. DCRG will be admissible only if an employee retires and not for resignation. Mark a comment on this statement. Answer option A. The statement is fully correct. ഒരു ജീവനക്കാരൻ സാധാരണ രീതിയിൽ വിരമിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് DCRGക്ക് അർഹതയുള്ളത്. അദ്ദേഹം സ്വമേധയാ രാജിവെക്കുകയാണെങ്കിൽ DCRGക്ക് അർഹതയുണ്ടായിരിക്കുകയില്ല. Question 73. In case of journey beyond dash kilometer, the onward journey can be performed on the day before and return journey on the day after the official business. Answer option D 50. Question 74. Which among the following is not included in the definition of pay? Answer option A HRA. ഹൗസ് റെൻ്റ് അലവൻസ് പേ എന്ന വിഭാഗത്തിൽ പെടുന്നില്ല. ഇത് പേ എന്ന ഡെഫിനിഷൻ KSRൻ്റെ പുസ്തകത്തിൽ റെഫർ ചെയ്താൽ ഇതിൻ്റെ ഉത്തരത്തിലെത്താവുന്നതാണ്. സ്പെഷ്യൽ പേയും പേഴ്സണൽ പേയും പേ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ്. Question 75. An employee can claim additional remuneration for working additional time. Mark a comment on this statement. Answer option A. No additional remuneration is eligible. Question 76. For granting family pension, government sanction is necessary in which among the following cases? Answer option B. Judicially separated wife. Question 77.
An officer who got married after retirement, the family pension is admissible with effect from. Answer option C, the date of marriage. Question 78. Which among the following is not admissible during suspension period? Answer option D, increment. സസ്പെൻഷൻ കാലയളവിൽ ഇൻക്രിമെൻ്റ് ലഭിക്കുകയില്ല. മെഡിക്കൽ റീഎംബേഴ്സ്മെൻറ്റ്, ഡിയർനെസ് അലവൻസ്, സബ്സിസ്റ്റൻസ് അലവൻസ് എന്നിവയെല്ലാം സസ്പെൻഷൻ കാലയളവിൽ അനുവദനീയമാണ്. ക്വസ്റ്റ്യൻ 79. മാക്സിമം ജോയിനിങ് ടൈം 1 day ഈസ് അഡ്മിസിബിൾ ഇഫ് ദ ഓഫീസർ ഈസ് ട്രാൻസ്ഫേർഡ് ആൻഡ് പോസ്റ്റഡ് വിത്തിൻ എ റേഡിയസ് ഓഫ്. ആൻസർ ഓപ്ഷൻ എ, 8 kilometers. ക്വസ്റ്റ്യൻ 80. Without production of medical certificate, nobody can be admitted to government service. Exemptions are given for. Answer option C, all of the above. That means temporary appointment, those selected after medical examination എന്നിവർക്കൊന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഗവൺമെൻറ് സർവീസിൽ പ്രവേശിക്കുമ്പോൾ ഇല്ല. ക്വസ്റ്റ്യൻ 81. An officer is placed under suspension while he is an LWA. Does he eligible for subsistence allowance during the period of leave? Answer option A, not eligible. Question 82. Maximum joining time admissible is dash if transfer is outside Kerala. Answer option D, 30 ദിവസം. കേരളത്തിന് പുറത്താണ് ഒരാൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോയിനിങ് ടൈം എന്നുള്ളത് പരമാവധി 30 ദിവസമാണ്. Question 83. An LD clerk working in the head office is transferred and posted in the sub office situated in the same building. He was relieved 21st December 2022 afternoon. On which date he should join the new office? Answer option C, 22nd December 2022 forenoon. അതായത് ഒരു സെയിം ഓഫീസിൽ തന്നെയാണ് ഒരു LD ക്ലർക്കിന് ട്രാൻസ്ഫർ കിട്ടിയതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ജോയിനിങ് ടൈമായിട്ട് ഒരു ദിവസം പോലും ലഭിക്കുകയില്ല. ഉടൻ തന്നെ അദ്ദേഹം ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 2022 ഡിസംബർ 21 അപരാഹ്നമാണ് അദ്ദേഹം വിടുതൽ ചെയ്തത്. അപ്പോൾ തൊട്ടടുത്ത ദിവസം പൂർവാനം അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, 2022 ഡിസംബർ 22 പൂർവാനം. Question 84. An officer is allowed to continue on deputation continuously for a period of dash years. Answer option B, 5 years. പരമാവധി 5 വർഷത്തേക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് ഡെപ്യൂട്ടേഷൻ അനുവദിച്ചിട്ടുള്ളത്. Question 85. DA is not admissible for halt in excess of dash days at a place without the sanction of the competent officer. Answer option A, 10 days. Question 86. In case the distance from headquarters to outstation exceeds dash, the officer can perform the official journey the day before and the return journey need to be started only on the next day of official business ends. Answer option C, 50 kilometers. Question 87. Incidental expense should not be below. Answer option A, half DA. Question 88. Which of the following about maternity leave is false? പ്രസവാവധിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ് എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി, മെറ്റേണിറ്റി ലീവ് ക്യാൻ ബി അവൈൽഡ് ഇൻ ഡിഫറെൻറ്റ് സ്പെൽസ്. ഇത് തെറ്റാണ്. മെറ്റേണിറ്റി ലീവ് ഒരുമിച്ചാണ് എടുക്കേണ്ടത്. മെറ്റേണിറ്റി ലീവ് ഫോർ ഓൾ സർവീസ് ബെനിഫിറ്റ്സ്. മെറ്റേണിറ്റി ലീവ് ഈസ് 180 days. നോ ഏൺ ലീവ് വിൽ ബി ഏൺ ഡ്യൂറിങ് ദിസ് പീരീഡ്. ഇവയെല്ലാം പ്രസവാവധിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ്. പരമാവധി 180 ദിവസമാണ് പ്രസവാവധി അനുവദിച്ചിട്ടുള്ളത്. അത് ഒറ്റത്തവണയായിട്ട് മാത്രമാണ് ലഭിക്കുന്നത്. Question 89. കോമ്പൻസേഷൻ ലീവ് ഷുഡ് ബി അവൈൽഡ് വിത്തിൻ ഡാഷ് മന്ത്സ്. നഷ്ടപരിഹാര അവധി എത്ര മാസത്തിനകമാണ് എടുത്തിരിക്കേണ്ടത് എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, 3 months. 3 മാസത്തിനകം നഷ്ടപരിഹാരാവധി എടുത്തിരിക്കണം. Question 90. The benefit of notional increment is applicable only for dash fixation. Answer option D, Rule 28A.
Question 91. Maximum DCRG admissible to a pensioner. Answer option C. 16.5 times of the emoluments subject to a maximum of 17 lakh. 2021 പേ റിവിഷൻ പ്രകാരം പരമാവധി DCRG അനുവദിച്ചിട്ടുള്ളത് 17 ലക്ഷമാണ്. Question 92. Presently, 4th time bond higher grade is granted on completion of dash years of total service. Answer option D. None of these. Question 93. An officer had put in less than 1 year of service during the year 2019. The leave sanctioning authority had granted 20 casual leave during this year. Mark a comment on this action of the authority. Answer option A. The action of the authority is in order. Question 94. During the year 2020, an officer had requested to convert 30 days earned leave into half-pay leave. The sanctioning authority had accepted the request. Mark a comment on this action of the authority. Answer option D. The action of the authority is not in order. Question 95. Which of the following statement is false in the case of residuary gratuity? Answer option C. Pensioner who received commutation of pension is also eligible for residuary gratuity. ഈ പ്രസ്താവന തെറ്റാണ്. Question 96. Maximum sailing for availing commuted leave is. Answer option D. No sailing. Question 97. Consider the following statement about journey by departmental vehicle and mark the wrong statement. Answer option C. Halt out station less than 6 hours is eligible for DA. Question 98. KSR Part 1 Appendix 12C deals with. Answer option A. LWA sanction for joining spouse. KSR Volume 1 Part 1 Appendix 12C ജോയിനിങ് സ്പൗസിനായിട്ടുള്ള ശൂന്യവേതനാവധിയെ പറ്റി പറയുന്നത്. സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടുള്ള LWA പറ്റി പറയുന്നത് അപ്പൻഡിക്സ് 12B. ഓപ്ഷൻ സിയിലുള്ള എംപ്ലോയ്മെൻറ്റ് അബ്രോഡിന് വേണ്ടിയിട്ടുള്ള LWA അനുവദിക്കുന്നത് അപ്പൻഡിക്സ് 12A പ്രകാരമാണ്. ഈ 3 കേസിലും ശൂന്യവേതനാവധി അനുവദിക്കപ്പെടുന്നത് പരമാവധി 5 വർഷത്തേക്കാണ്. Question 99. In the case of teaching staff, the extended period of service beyond the actual retirement day will be reckoned for. Answer option D. None of these. Question 100. ജോയിനിങ് ടൈമുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്. ആയതിൻ്റെ വിസ്തീർണം മറ്റൊരു ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് KSR ലോവർ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഇതിലെ പ്രോബ്ലംസ് എല്ലാം വളരെ കുറച്ചാണുള്ളത്. കൂടുതലും റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള തിയറി പോർഷൻസ് ആണ്. ഇതിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം കൂടി നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇതിൽ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളെല്ലാം ഒരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. റിവിഷൻ സമയത്ത് അതെല്ലാം വളരെയധികം ഹെൽപ്ഫുൾ ആകും. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.